26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ ഇനി വൻ പിഴ ഈടാക്കും. ജനവിശ്വാസ് നിയമപ്രകാരം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിക്കപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയ വ്യക്തിക്ക് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. ട്രെയിനിൽ ഇനി മുതൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ വൻ പിഴ തന്നെ കെട്ടിവെക്കേണ്ടി വരും. ജനവിശ്വാസ് നിയമപ്രകാരം ടിക്കറ്റ് എടുക്കാതെ യാത്ര നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടിയാണ് നേരിടേണ്ടി വരിക. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിക്കപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയൊരു വ്യക്തിക്ക് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. പരിശോധനയ്ക്കിടെ ടിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയെങ്കിലും യാത്രക്കാരൻ 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് ഇയാളെ കൊല്ലം RPF സ്റ്റേഷനിലേക്ക് കൈമാറി. RPF 1989 റെയിൽവേ ആക്ട് സെക്ഷൻ 137, 145B, 146 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി. കേസ് പരിഗണിച്ച സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് ജസ്റ്റിൻ മാർട്ടിൻ പ്രതിയെ കുറ്റക്കാരനെന്നും കണ്ടെത്തി. 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. 2026 ജൻവിശ്വാസ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കുള്ള ഏറ്റവും കുറഞ്ഞ പിഴ 500 രൂപയാണ്. ജനറൽ കോച്ചിൽ പിടിക്കപ്പെട്ടാൽ അടയ്ക്കേണ്ട ചുരുങ്ങിയ ദൂരത്തിനുള്ള തുക 570 രൂപയും സ്ലീപ്പർ കോച്ചിൽ പിഴത്തുക 780 രൂപയാണ് നിലവിൽ. 1989 റെയിൽവേ ആക്ടിലെ സെക്ഷൻ 137, 138 പ്രകാരമാണ് ഉയർന്ന പിഴ ബാധകമാവുന്നത്. ഇനി സാധുവായ ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന യാത്രക്കാർ അധിക ചാർജിനൊപ്പം യഥാർത്ഥ യാത്രാ നിരക്കും നൽകേണ്ടി വരുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. കുറഞ്ഞ പിഴ 500 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കാത്തവർ റെയിൽവേ ആക്ട് പ്രകാരം കുറ്റക്കാരായി കണ്ടെത്തിയാൽ കോടതി നടപടികളും 6 മാസം വരെ തടവും നേരിടേണ്ടി വന്നേക്കും. മദ്യപിച്ച് ട്രെയിനിൽ കയറി ബഹളമുണ്ടാക്കിയാൽ 1000 രൂപ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. പുകവലിച്ചാൽ 2000 രൂപയാണ് പിഴ. പിഴയടയ്ക്കാതെ കോടതിയിലെത്തിയാൽ 5000 രൂപ വരെ പിഴ ലഭിക്കാം. വനിതകളുടെ കോച്ചിൽ അതിക്രമിച്ചു കയറിയാൽ 2000 മുതൽ 5000 രൂപ വരെ പിഴ ചുമത്തും. കോച്ചുകളുടെ മുകളിലും ചവിട്ടുപടിയിലും ഇരുന്ന് യാത്ര ചെയ്യുന്നവർ പിടിക്കപ്പെട്ടാൽ 2000 രൂപയാണ് പിഴ നൽകേണ്ടത്. ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ടിക്കറ്റ് എടുത്ത് മാത്രം യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം. പിടിക്കപ്പെട്ടാൽ വൻ പിഴയായിരിക്കും ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.